മരണവുമായി ബന്ധപ്പെട്ടാണ്. സാധാരണ ഒരു മുസ്ലിം മരിച്ചാൽ അവിടെ കുറേ ആചാരങ്ങളും അനാചാരങ്ങളും നടക്കുന്നുണ്ട്. അതിൽ ഇസ്ലാമികപരമായിട്ട് വളരെ ചുരുക്കി ഒരു മുസ്ലിം മരണപ്പെട്ടാൽ ബാക്കിയുള്ള ആളുകൾ ചെയ്യേണ്ട ആചാരങ്ങളും അനാചാരങ്ങളും എന്നറിഞ്ഞാൽ നന്നായിരുന്നു. അതാണ് അടുത്തൊരു ചോദ്യം. വിശുദ്ധ ഇസ്ലാമിൽ എല്ലാ കാലത്തിലും കൃത്യമായ അധ്യാപനങ്ങൾ നൽകിയിട്ടുണ്ട്. വിശ്വാസികളുടെ ജീവിതത്തിൽ പാലിക്കേണ്ട എല്ലാ രംഗത്തേക്കും ഇസ്ലാമിൽ അധ്യാപനമുണ്ട്. ഒരു ദിവസം വെള്ളം കുടിക്കുമ്പോൾ എങ്ങനെ കുടിക്കണം അത് ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ടല്ലോ. വെളുത്ത കൈ കൊണ്ട് കുടിക്കണം, ഇരുന്ന് കുടിക്കണം, ബിസ്മി ചൊല്ലി തുടങ്ങണം, അവസാനം അൽഹംദുലില്ലാഹ് എന്ന് പറയണം, സാവകാശം കുടിക്കണം, വെള്ളത്തിലേക്ക് ശ്വാസമയക്കാൻ പാടില്ല. ഇതൊക്കെ ആ ഒരു കാലത്തിൽ പഠിപ്പിക്കപ്പെട്ട നിയമങ്ങളാണ്. ബാത്റൂമിലേക്ക് പോകുമ്പോൾ എന്തൊക്കെ പാലിക്കണം അത് പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു വാഹനത്തിൽ കയറിയാൽ എന്തൊക്കെ പാലിക്കണം, ഒരു നാട്ടിൽ ചെന്ന് ഇറങ്ങിയാൽ എന്തൊക്കെ പാലിക്കണം, ഇങ്ങനെ തുടങ്ങിയ എല്ലാ രംഗത്തും ഇസ്ലാമിൽ അധ്യാപനങ്ങൾ ഉണ്ട്. തീർച്ചയായും മരണവുമായി ബന്ധപ്പെട്ടും ഇസ്ലാം എല്ലാ രംഗത്തും കൃത്യമായ അധ്യാപനം നൽകിയിട്ടുണ്ട്. ഒരാൾ മരിച്ചാൽ നിർബന്ധമായും ചെയ്യേണ്ട കാര്യം അത് തന്നെ ഫർള് കിഫായ, സാമൂഹ്യ ബാധ്യത. മരണവുമായി ബന്ധപ്പെട്ട് ഫർള് ഐനായ ഒന്നുമില്ല. ഒരാൾ മരിച്ചാൽ അയാളെ മകനോ അയാളെ അയൽവാസിയോ ജ്യേഷ്ഠനോ അനിയനോ മാത്രം ചെയ്യേണ്ടുന്ന ഫർള് ഐനായി പഠിപ്പിച്ച ഒരു കാര്യവുമില്ല. എല്ലാം ഫർള് കിഫായ, സമൂഹം ചെയ്യേണ്ടതാണ്. ആരെങ്കിലും ചെയ്താൽ എല്ലാവരുടെയും ബാധ്യത കഴിഞ്ഞു. ആരും ചെയ്തില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരായി മാറി. അതാണ് ഫർള് കിഫായ. ഒരാൾ മരിച്ചു എങ്കിൽ നിർബന്ധമായും ചെയ്യേണ്ടത് ആ മയ്യത്ത് കുളിപ്പിക്കണം, അത് കഫൻ ചെയ്യണം, അതിനുവേണ്ടി നിസ്കരിക്കണം, അവനെ മറമാടണം. അത് ഒറ്റ ആൾ ചെയ്താലും ബാധ്യത കഴിഞ്ഞു. ഒരാൾ അയാളെ കുളിപ്പിക്കാൻ തയ്യാറായി, അയാളെന്നെ കഫൻ ചെയ്തു, അയാളെ നിസ്കരിച്ചു, അയാളെ കൊണ്ടുപോയി മറവ് ചെയ്തു, സമൂഹത്തിന്റെ മൊത്തം ബാധ്യത തീർന്നു. ഒരു ആണ് ചെയ്താലും ശരി, ഒരു പെണ്ണ് ചെയ്താലും ശരി. ഒരാളും ചെയ്തില്ല, എല്ലാവരും കുറ്റക്കാരായി. ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ടത് ഈ 4 കാര്യമാണ്: മയ്യത്ത് കുളിപ്പിക്കുക, മയ്യത്ത് കഫൻ ചെയ്യുക, മയ്യത്ത് നിസ്കരിക്കുക, മയ്യത്ത് മറമാടുക. ഇതിനൊക്കെ കഴിയാത്ത സാഹചര്യം വന്നാൽ അതിന് വേറെ നിയമങ്ങൾ ഇസ്ലാമിലുണ്ട്. കഫൻ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ മറമാടാൻ പറ്റിയില്ല, അതല്ലെങ്കിൽ കുളിപ്പിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഈ കൊറോണ സമയത്ത് നമ്മൾക്ക് അനുഭവിച്ചാണ് മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാത്ത അവസ്ഥ. തൈമം ചെയ്യാൻ കഴിയുമോ? തൈമം ചെയ്യാം. നീ തൊടാതെ വെള്ളം ഇങ്ങനെ പുറത്തുനിന്ന് അടിച്ചു കൊടുക്കാൻ പറ്റുമോ? ചെയ്യാം. ഒന്നും ചെയ്യാൻ പറ്റില്ല, നിർവാഹമില്ല, അങ്ങനെ കൊണ്ടുപോയി മറമാടാം. ഇതാണ് നിർബന്ധമായും ചെയ്യേണ്ടത്. എന്നാൽ ബാക്കി അതിന് പുറമെ പഠിപ്പിക്കപ്പെട്ട കുറെ പുണ്യകർമ്മങ്ങൾ, സുന്നത്തായ കാര്യങ്ങളുണ്ട്. ഇപ്പൊ മരിച്ചു കഴിഞ്ഞാൽ ഉടൻ ആദ്യം ചെയ്യേണ്ടത് അയാളെ കണ്ണ് ചിമ്മിക്കണം. നബി ഞങ്ങൾ പറഞ്ഞു, റൂഹ് പിടിക്കപ്പെട്ടാൽ കണ്ണ് റൂഹിനെ പിന്തുടരും. അതുകൊണ്ട് പ്രത്യേക സമയം കഴിഞ്ഞാൽ പിന്നെ ആ കണ്ണ് അടക്കാൻ കഴിയില്ല. അവിടെ മരിച്ച ഉടനെ കണ്ണ് ചിമ്മിക്കണം. വയറ് വീർത്തു വരാൻ സാധ്യതയുണ്ട്. ആ സാധ്യത കാണുന്നുവെങ്കിൽ അത് ഇല്ലാതാക്കാനുള്ള പണി അതപ്പം നാട്ടിൽ വയറ്റിൽ മേലെടുക്കുന്നത് വെക്കും. അത് അതിനു വേണ്ടിയാണ്, മറന്നല്ല. ഇല്ലെങ്കിൽ ആ വയറിങ്ങനെ ചീർത്ത് വരും. കൈകാലുകൾ ഒന്ന് ലൂസാക്കണം. അത് എന്തെന്ന് വെച്ചാൽ അപ്പ ലൂസാക്കിയാൽ പിന്നെ അത് ലൂസായി കിട്ടും. അപ്പ ലൂസാക്കിയില്ലെങ്കിൽ മരിക്കുമ്പോൾ എങ്ങനെയാണോ അങ്ങനെ അങ്ങ് നിൽക്കും, പിന്നെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ കുളിപ്പിക്കാൻ ബുദ്ധിമുട്ടാകും, കഫൻ ചെയ്യാൻ ബുദ്ധിമുട്ടാകും, മറമാടാൻ ബുദ്ധിമുട്ടാകും. അത് ഒഴിവാകാൻ വേണ്ടിയാണ് അത് ചെയ്യണമെന്ന് പറഞ്ഞത്. പിന്നെ കിടത്തം എങ്ങനെയുമാകാം. ഇന്ന സ്ഥലത്തേക്ക് തന്നെ കിടത്തുന്നത് അങ്ങനെ പ്രത്യേകമായി പഠിപ്പിക്കപ്പെട്ടൊന്നുമില്ല. തെക്ക് വടക്ക് കിടത്ത പടിഞ്ഞാട്ട് കൈക്കൊണ്ട് എന്നൊക്കെ നാട്ടിൽ ധാരണ ഉണ്ട്, ഫിഖ്ഹിൽ പൊതുവെ ചർച്ചയുമുണ്ട്. പക്ഷെ അങ്ങനെ കിടത്തണം എന്ന് കണിശമായി പറയാൻ തക്ക തെളിവുകളൊന്നും സ്വഹിയായി വന്നിട്ടില്ല. എങ്ങനെയും കിടത്താം, അങ്ങനെയും കിടത്താം, അങ്ങനെ കിടത്താൻ പാടുള്ളൂ എന്നില്ല എന്നർത്ഥം. പിന്നെ എത്രയും വേഗം അയാളെ കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക. മയ്യത്ത് വേഗത്തിൽ കൈകാര്യം ചെയ്യണമെന്നാണ് നബി ഞങ്ങൾ പറഞ്ഞു. അസ്രിഉ ബിൽ ജനാസ, ജനാസ നിങ്ങൾ വേഗത്തിൽ കൈകാര്യം ചെയ്യാം. മരിച്ചാൽ പിന്നെ അങ്ങനെ കുറേ സമയം വെക്കലില്ല. അതിന് കാരണം പ്രവാചകൻ പറഞ്ഞത്, നല്ല മയ്യത്താണെങ്കിൽ അവനെ കിട്ടാനുള്ളത് സന്തോഷപൂർണമായ സ്വർഗീയമായ അനുഭൂതികളാണ് അവനെ ഖബറിൽ അനുഭവിക്കാനുള്ളത്. അതെന്തിനാണ് നിങ്ങൾ തടഞ്ഞു വെക്കുന്നത്? ദുഷിച്ച മയ്യത്താണെങ്കിൽ ഫശർറുൻ തദഊനഹു അൻ റിഖാബിക്കും, എന്തിനാണ് ആ ഷർറ് നിങ്ങളെ പെരടിയിൽ ഇങ്ങനെ ഏറ്റുകൊടുക്കുന്നത്? വേണ്ട, ഒഴിവാക്കി കളയും. രണ്ടാണെങ്കിലും മയ്യത്ത് വേഗത്തിൽ കൈകാര്യം ചെയ്യുക. കുളിപ്പിക്കുമ്പോൾ നിർബന്ധമായും ചെയ്യേണ്ട കുളിപ്പിക്കൽ എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം വെള്ളം എത്തുക എന്നാണ്. അതേ നിർബന്ധമുള്ളൂ. പല ആൾക്ക് മയ്യത്ത് കുളിപ്പിക്കാൻ അറിയില്ല, കഫൻ ചെയ്യാൻ അറിയില്ല, എന്നിട്ട് പിന്നെ അറിയണ ആൾക്കാർ തെരഞ്ഞെടുത്ത് വെക്കുക, ഇതൊന്നും ആവശ്യമില്ല. ഏറ്റവും നിർബന്ധമായി ചെയ്യേണ്ടത് ശരീരം ഒന്നാകെ വെള്ളം എത്തുക. ഒരു പൈപ്പ് പിടിച്ച് ഇങ്ങനെ വെള്ളം അടിച്ചു, എല്ലാ സ്ഥലത്തും നനഞ്ഞു, ഫർള് കഴിഞ്ഞു.
മയ്യത്ത് കുളിപ്പിക്കാൻ കടമ വീടാൻ അതേ ആവശ്യം. എന്നാൽ പൂർണ്ണമായ കുളിപ്പിക്കൽ നമ്മൾ സാധാരണ ജനാബത്ത് കുളിക്കുമല്ലോ, ഹൈലുണ്ടായി കഴിഞ്ഞ് ശുദ്ധിയായ കുളിക്കുമല്ലോ, അതന്നെ മയ്യത്ത് കുളി. ഒന്ന് സ്വയം കുളിക്കലാണ്, മറ്റൊന്ന് കുളിപ്പിക്കലാണ്. ആ വ്യത്യാസമുള്ളൂ. അപ്പം മയ്യത്താകുമ്പോൾ ചിലപ്പോൾ കാഷ്ടമൂത്രമൊക്കെ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒന്ന് സാധാരണ പൊക്കിയെടുത്ത് വയറ് ഒഴിഞ്ഞെടുത്ത വല്ലതും ഉണ്ടെങ്കിൽ അത് അവിടെ പോയി കിട്ടും. പിന്നെ ഓല കഴുകി വൃത്തിയാക്കി ഓല നമുക്ക് കുളിപ്പിക്കാം. അത് ആ സൗകര്യത്തിന് വേണ്ടിയാണ്. അതാണ് പൂർണ്ണമായ കുളി. കഫൻ ചെയ്യാന്ന് പറയുമ്പം ഏറ്റവും മിനിമം ഫർളായി വേണ്ടത് ശരീരം മൊത്തം മറക്കുക എന്നാണ്. തുണി കൊണ്ടാകാം, ഇനി തുണില്ല പുല്ലാവാം, എന്താണോ ഉപയോഗിക്കാൻ കിട്ടുക അതുകൊണ്ട് മറക്കാം. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു രോഗിയായി കിടന്നു മരണമാസന്നമായപ്പോൾ അദ്ദേഹത്തിന് പഴയ തുണി കൊടുത്തിട്ട് മക്കളോട് പറഞ്ഞു, മക്കളെ ഈ തുണി തിരുമ്പിട്ടാളി, ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വെക്കുക, വാപ്പ മരിച്ചാൽ ഇതിൽ എന്നെ കഫൻ ചെയ്യുക. മക്കൾ പറഞ്ഞു, വാപ്പ വേറെ നല്ല തുണി വേറെ ഉണ്ട്, പുതിയ തുണി നല്ല തുണി വേറെ ഉണ്ട്, അതിൽ കഫൻ ചെയ്യാലോ. അപ്പൊ അദ്ദേഹം പറഞ്ഞു, അൽ ഹയ്യു അഹഖു ബിൽ ജദീദ്, പുതിയതിന് ഏറ്റവും അർഹതപ്പെട്ടത് ജീവിച്ചിരിക്കുന്ന മനുഷ്യന്മാരല്ലേ. മരിച്ചവർക്ക് ഇപ്പം തന്നെ പുതിയത്, ജീവിച്ചിരിക്കുന്നവർക്കല്ലേ പുതിയത് കൊടുക്കാന്ന്, അത് പുതിയ എടുത്തോളി, എനിക്ക് പഴയത് മതി. മിനിമം കഫൻ എന്ന് പറഞ്ഞാൽ ശരീരം മൊത്തം മറക്കുക എന്നേ ഉള്ളൂ. മിസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു മരണപ്പെട്ടു. അദ്ദേഹം വലിയ സമ്പന്നനായിരുന്നു ഒരു കാലത്ത്. അദ്ദേഹം മക്കയുടെ സുഗന്ധം എന്നായിരുന്നു ജാഹിലിയ്യ കാലത്ത് അറിയപ്പെട്ടത്. വിദേശ നിർമ്മിത സുഗന്ധം അദ്ദേഹം ഉപയോഗിക്കാറുണ്ട്. രാവിലെ ഒരു വസ്ത്രം ധരിക്കും, വൈകുന്നേരം മറ്റൊരു വസ്ത്രം മാറ്റുന്ന അദ്ദേഹം അന്നത്തെ കാലത്ത്. ഇന്നിപ്പോൾ അത് വലിയ അത്ഭുതമൊന്നുമല്ല. അദ്ദേഹം നടന്നു വരുമ്പോൾ സ്ത്രീകളൊക്കെ വഴിയിലേക്ക് ഇറങ്ങി നിൽക്കും. മിസ്അബ് ഇങ്ങനെ പോകുമ്പോൾ ആ തുണിങ്ങുപ്പായൊന്ന് കാണാൻ, അദ്ദേഹത്തിന്റെ ആ ഒരു സുഗന്ധം അതൊന്ന് അനുഭവിക്കാൻ വേണ്ടി ആളുകൾ വഴി വന്ന് കാത്തിരിക്കുമായിരുന്നു. ആ മിസ്അബ് ഇസ്ലാം സ്വീകരിച്ചു, മുസ്ലിമായി മാറി, തന്റെ സമ്പത്ത് അല്ലാഹുവിന്റെ മാർഗ്ഗത്തിൽ ചെലവഴിച്ചു. അവസാനം ദരിദ്രനായി അദ്ദേഹം ഈ ദുനിയാവെന്ന് മരണപ്പെട്ടു പോയി. അദ്ദേഹം മരിച്ചപ്പോൾ അദ്ദേഹം ഉടുത്ത ഒരു തുണി മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. മരിച്ചപ്പോൾ ഉടുത്ത തുണി, അതാണ് ആകെയുള്ള വസ്ത്രം. അദ്ദേഹത്തെ കുളിപ്പിച്ചു കഫൻ ചെയ്യാൻ നേരത്തെ ഈ തുണി തന്നെ കഫൻ ചെയ്യണം, വേറെ തുണിയില്ലല്ലോ. ആ തുണി കൊണ്ട് കഫൻ ചെയ്യാൻ നോക്കുമ്പോൾ തുണി നീളം പോരാ. തലൻ്റെ അവിടെ നിന്ന് മറച്ചാൽ കാല് പുറത്തേക്കാണ്, കാലിൻ്റെ അവിടെ നിന്ന് മറച്ചാൽ തല പുറത്തേക്കാണ്. എന്താ ചെയ്യാം? അന്ന് ഇന്നത്തെ പോലെ ടെക്സ്റ്റൈൽസും ഇതൊന്നും ഇല്ല, പോയി വാങ്ങിക്കൊണ്ടിരാൻ. നബിയോട് പോയി സ്വഹാബികളെ പറഞ്ഞു, നബി എങ്ങനത്തെ അവസ്ഥ എന്താ ചെയ്യാം? നബി തങ്ങളെ പറഞ്ഞു, നിങ്ങൾ തലയുടെ ഭാഗത്ത് നിങ്ങൾ തുടങ്ങിക്കോളി, കാലിൻ്റെ ഭാഗത്ത് കുറച്ച് സ്ഥലം ബാക്കിയുണ്ടാവും, അവിടെ നിങ്ങൾ ഇദ്ഹർ എന്നൊരു പുല്ലുണ്ട്. നമ്മൾ പഴയ കാലത്തൊക്കെ ഈ പുര മേയാൻ വേണ്ടി വെച്ചിരുന്ന ഒരു നീണ്ട പുല്ലുണ്ട്, വൈക്കോലൊക്കെ പോലെ. അതിന് സമാനമായ പുല്ലാണ് ഇദ്ഹർ, നീളത്തിലുള്ള വൈക്കോല് പോലത്തെ പുല്ല്. ആ പുല്ല് കുറച്ച് അരിഞ്ഞുകൊണ്ടിരി, അത് കാലിനവിടെ വെച്ച് കെട്ടിയിട്ട് നിങ്ങൾ കൊണ്ടുപോയി മറവ് ചെയ്ത് കൊള്ളി. അവർ തുണി കൊണ്ട് പൊതിഞ്ഞു, തികയാത്ത ഭാഗത്ത് ഈ പുല്ലരിഞ്ഞു കൊണ്ടുവന്നിട്ട് ആ പുല്ല് വെച്ച് കെട്ടി അദ്ദേഹത്തെ കൊണ്ടുപോയി മറവ് ചെയ്തു. അപ്പം അതാണ് ഏറ്റവും ഫർളായ ബാധ്യത. ഒറ്റ തുണിയിൽ ശരീരം മൊത്തം. തുണിയില്ല, പേപ്പറേ ഉള്ളൂ, ആയിക്കോട്ടെ അത് മതി. അല്ലെ എന്താണോ ആ സ്ഥാനത്ത് ഉപയോഗിക്കാൻ പറ്റുക അത് ഉപയോഗിക്കാം. ഇനി പൂർണ്ണമായ കഫൻ എന്ന് പറയുമ്പോൾ അതിൽ 3 വസ്ത്രം എന്ന് പഠിപ്പിക്കപ്പെട്ടു പുരുഷന്മാർക്കാവുമ്പോൾ. അപ്പൊ അത് അതിന്റെ പൂർണ്ണതയാണ്. അതില്ല, ഒറ്റ തുണിയേ ഉള്ളൂ, ഒരു വസ്തുവില്ല. അത് കഴിഞ്ഞ് നിസ്കരിക്കുക നിർബന്ധം. ഒരാളെങ്കിലും നിസ്കരിക്കുക, ആണാവാം പെണ്ണാവാം, ആരെങ്കിലും നിസ്കരിച്ചാൽ ഫർള് കഴിഞ്ഞു. പെണ്ണ് നിസ്കരിക്കാൻ പാടില്ല എന്നില്ല, ആര് നിസ്കരിച്ചാലും പറ്റും. സഅദ് റളിയല്ലാഹു അൻഹു മരിച്ചപ്പോൾ ആയിഷ ബീവി പറഞ്ഞു, എനിക്ക് മയ്യിത്ത് നിസ്കരിക്കണം, മയ്യിത്ത് കൊണ്ടുവരിക. അന്ന് നബിതങ്ങളുടെ കാലത്ത് പള്ളിയിൽ വെച്ചല്ല മയ്യിത്ത് നിസ്കരിക്കൽ. അന്ന് മയ്യിത്ത് നിസ്കാരവും പെരുന്നാൾ നമസ്കാരവും നടത്താനായി അവിടെയുള്ള ഒരു മുസല്ല, ഒരു ഈദ്ഗാഹ് മൈതാനമുണ്ട്. അവിടെയാണ് സാധാരണ നബിതങ്ങൾ മയ്യിത്ത് നിസ്കരിക്കാറുള്ളത്. അപ്പൊ അവിടേക്ക് മയ്യിത്ത് കൊണ്ടുപോകുമ്പോൾ ആയിഷ ബീവി പറഞ്ഞു, എനിക്ക് നിസ്കരിക്കണം, അവിടെ നിങ്ങൾ ആ മയ്യിത്ത് ഇതിലൂടെ കൊണ്ടുവരും. അങ്ങനെ ആ മയ്യിത്ത് നബിതങ്ങളുടെ പള്ളിയിൽ കൊണ്ടുവന്നു, പള്ളിയിൽ വെച്ചു. ആയിഷ ബീവി നിസ്കരിച്ചു, നിറഞ്ഞു കൊണ്ടുപോയി പിന്നെ അപ്പുറത്തോട് നിസ്കരിച്ച് മറവ് ചെയ്തു. അപ്പൊ ആളുകൾക്കിടയിൽ സംസാരം, നബിതങ്ങൾ പള്ളിയിൽ വെച്ച് മയ്യിത്ത് നിസ്കരിക്കുന്നില്ലല്ലോ, പിന്നെ എന്താ ഇപ്പൊ പള്ളിക്ക് നിസ്കാരം എന്താ? അതാ പ്രശ്നം, പെണ്ണ് നിസ്കരിച്ചതല്ല. അപ്പൊ ആയിഷ ബീവി ഈ വിഷയം അറിഞ്ഞു, ഇങ്ങനെ ചർച്ച ഉണ്ട്. അവര് പറഞ്ഞു, ജനങ്ങൾ എത്ര പെട്ടെന്നാണ് മറന്നു പോണത്. സഹ്ൽ ബിൻ ബൈളാഹ് മരിച്ചപ്പോൾ നബിതങ്ങൾ പള്ളി വെച്ച് നിസ്കരിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അത് പാടില്ലാത്തതല്ല എന്നവിടെ പഠിപ്പിച്ചു കൊടുത്തു. ഇനി മൗലിദ് കിതാബിൽ കാണാം, നഫീസ ബീവിന്റെ മൗലിദുണ്ട്, നഫീസത്ത് മിസ്രിയുടെ നഫീസത്ത് മൗലിദ്. അത് പറഞ്ഞൊരു കഥയാണ്. നഫീസ ബീവിയും ഷാഫി ഇമാമും ഒരേ കാലക്കാരാണ്. നഫീസ ബീവി പണ്ഡിതയാണ്,
ഷാഫി ഇമാം വലിയ പണ്ഡിതനാണ്. പല മസ്അലകളും ഇമാം ഷാഫി അവരടുത്തേക്ക് ആളെ പറഞ്ഞ് ചോദിക്കലുണ്ട്, തിരിച്ചവിടെ ഇങ്ങോട്ടും പറയിക്കലുണ്ട്. അസുഖങ്ങൾ വന്നാൽ ഇമാം ഷാഫി പറഞ്ഞേക്കും നഫീസ ബീവിയോട് എനിക്കൊന്ന് ദ്വാരിക്കാൻ പറയണം. അങ്ങനെ ഇമാം ഷാഫി രോഗിയായി, ഇത് പൈലിസ് വന്നു, ധാരാളമായി രക്തം വാർന്നൊഴുകി, വളരെ അവശനായി 54-ാമത്തെ വയസ്സിൽ ഇമാം ഷാഫി മരിച്ചു. അങ്ങനെ വല്ലാതെ രോഗം മൂർച്ഛിച്ചപ്പോൾ അദ്ദേഹം ഒരു വസിയത്ത് പറഞ്ഞു, ഞാൻ മരിച്ചാൽ നഫീസ ബീവിയോട് എനിക്ക് വേണ്ടി മയ്യിത്ത് നിസ്കരിക്കാൻ പറയണം. അന്ന് നഫീസ ബീവിയും രോഗിയായിട്ട് പറ്റ വീട്ടിൽ അടഞ്ഞിരിക്കുക, ആരോഗ്യം നഷ്ടപ്പെട്ട് വല്ലാത്ത അവശയായി വീട്ടിൽ ഒതുങ്ങിക്കൂടിയ സമയത്താണ് ഷാഫി ഇമാം മരിക്കുന്നത്. ഷാഫി ഇമാം മരിച്ചു, നഫീസ ബീവിക്ക് മയ്യിത്ത് നിസ്കരിക്കാൻ വരാൻ പറ്റുന്ന അവസ്ഥയിലല്ല, എന്താ വസിയത്തുണ്ട് അവൾ നിസ്കരിക്കണം. അങ്ങനെ നഫീസ ബീവിന്റെ വീട്ടിലേക്ക് ഇമാം ഷാഫിയുടെ മയ്യിത്ത് അങ്ങോട്ട് കൊണ്ടുപോയി. നഫീസ ബീവി നിസ്കരിച്ചു, എന്നിട്ടാണ് ആ മയ്യിത്ത് കൊണ്ടുവന്നത്. ഇത് മൗലിദ് കിതാബിൽ ഉള്ളതാണോ അല്ല എനിക്കറിയില്ല, മൗലിദ് കിതാബിലേക്ക് അതുണ്ട്. അപ്പൊ അത് പാടില്ലാത്തതല്ല എന്നർത്ഥം. പിന്നെ അദ്ദേഹത്തെ നിസ്കരിച്ച് മറമാടണം. മറമാടുമ്പോ ആ മയ്യിത്ത് സംരക്ഷിക്കാൻ ആവശ്യമായ കുഴി, അതാണ് ഏറ്റവും മിനിമം വേണ്ടത്. ആ മയ്യിത്ത് ഖബർ മാന്തി, മയ്യിത്ത് ഏതെങ്കിലും പിടിജന്തുക്കളൊക്കെ മാന്തി കൊണ്ടുപോകാൻ പാടില്ല, ദുർഗന്ധം വരാൻ പാടില്ല, അതിനൊക്കെ പറ്റാവുന്ന ഒരു കുഴി, അതാണ് ഏറ്റവും മിനിമത്തിൽ ചെയ്യേണ്ടത്. അത് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ വീതി കൂട്ടാം, ഒരു ഖബറിൽ 2 ആളെ മറവ് ചെയ്യാം, അതൊക്കെ ആവശ്യാവസരം ചെയ്യാം. ഉഹദിൽ 70 പേർ ഷഹീദായി. അപ്പോൾ ഉഹദ് യുദ്ധം കഴിഞ്ഞ് എല്ലാ സ്വഹാബികളും ഒന്ന് പട്ടിണിയാണ്, ഒരു യുദ്ധം കഴിഞ്ഞതാണ്, എല്ലാവർക്കും അവിടെയും ഇവിടെയും വെട്ടും കുത്തും മുറിവൊക്കെ ഏറ്റ് എല്ലാവരും ചോരയെ കുടിച്ചിങ്ങനെ നിൽക്കുകയാണ്. 70 ആൾ ഷഹീദായി കിടക്കുന്നു. ഈ 70 ആളെ മറയാൻ ഖബർ കുഴിക്കണം. സ്വഹാബികളെ പറഞ്ഞു, നബി 70 ഖബറൊന്നും കുഴിക്കാനുള്ള ഒരു താക്കത്ത് ഇനി ബാക്കില്ല. അപ്പം നബി തങ്ങളെ പറഞ്ഞു, കുറച്ച് വീതി കൂട്ടി കളച്ചോളിയാണ്. അങ്ങനെ ഖബർ വീതി കൂട്ടി കളച്ചു. ഒരു ഖബർ 2 ആളെ 3 ആളെ കയറ്റി മറവ് ചെയ്യാൻ മാത്രം വീതിയിൽ ഖബർ വീതി കൂട്ടി കളച്ചു. അങ്ങനെ എത്ര കളിക്കാൻ പറ്റും അത്രയും കളിച്ചിട്ട് ആ ഖബറിലേക്ക് ഇറക്കിയിട്ട് അവർ ഈ 70 ആളെയും മറവ് ചെയ്തു. അപ്പൊ അതാണ് മിനിമം വേണ്ടത്. എന്നാൽ പൂർണ്ണമായ ഖബർ ഫിഖിലൊക്കെ പറഞ്ഞത് ഒരാൾ ഇറങ്ങി ചെന്ന് കൈ പൊന്തിച്ചാൽ കാണാത്ത ദൂരം, ആഴം, അത്ര ആഴമുണ്ടെങ്കിൽ അതാണ് പൂർണ്ണമായ ഖബർ എന്ന് ഫിഖിലൊക്കെ ചർച്ചകൾ കാണുന്നു. ഏതായിരുന്നാലും അതാണ് അതിന്റെ പൂർണ്ണത എന്ന് ആ അടിസ്ഥാനത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. ഇനി മരിച്ചോടത്തെ ഖുർആൻ ഓതല്, അവിടെ അൽഫാത്തിഹ വിളിക്കുന്നതൊക്കെ നമ്മുടെ നാട്ടിലുണ്ട്. മയ്യിത്ത് കുറേ സമയം അങ്ങനെ വെക്കുമ്പോഴാണ് ഈ വിഷയങ്ങളൊക്കെ വരിക. മരിച്ചാൽ എത്രയും പെട്ടെന്ന് കുളിപ്പിക്കുക, കഫൻ ചെയ്യുക, നിസ്കരിക്കുക, മറമാടുക എന്നാണെങ്കിൽ ഇതൊന്നുമില്ലല്ലോ. ഇത് വെച്ചാൽ ഓൻ വരാണ്ട്, മറ്റേ മോനെത്താണ്ട്, പോലെ അമേരിക്കയിലാണ്, ഇപ്പം ദുബായിലാണ്, അവിടുന്ന് വന്നിട്ട് വേണം, അങ്ങനെയൊന്നും കാത്തിക്കേണ്ട ഒരു ആവശ്യമില്ല. മയ്യിത്ത് അസ്തിഉ ബിൽ ജനാസ, ജനാസ നിങ്ങൾ വേഗത്തിൽ നിങ്ങൾ കൈകാര്യം ചെയ്യുക. മരിച്ച നാട്ടിലാണ് മറമാടേണ്ടത്. മയ്യിത്ത് വാട നാട്ടിൽ കൊണ്ടുപോകുക എന്നുള്ളത് നല്ലതല്ല, തെറ്റല്ല, പക്ഷെ നല്ല കാര്യമല്ല. ഉഹദ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടു അബ്ദുല്ല റളിയല്ലാഹു അൻഹു, ജാബിർ ബിൻ അബ്ദുല്ലയുടെ വാപ്പ. അദ്ദേഹത്തിന് 6 പെൺകുട്ടികളും ജാബിർ എന്ന ആൺകുട്ടി മാത്രമേ ഉള്ളൂ. ഉഹദിലേക്ക് പോകുമ്പോൾ തലേന്ന് രാത്രി വാപ്പ മോനെ വിളിച്ചിട്ട് പറഞ്ഞ കുറച്ച് ഉപദേശങ്ങൾ ഇമാം മുസ്ലിം ഉദ്ധരിച്ചിട്ടുണ്ട്. മോനെ, വാപ്പ നാളെ ഉഹദിലേക്ക് പോകണം, യുദ്ധം ചെയ്യാനാ പോണത്. വാപ്പ തിരിച്ചു വരുമെന്ന് യാതൊരു പ്രതീക്ഷയും എനിക്കില്ല. എന്നല്ല, ഉഹദിൽ ആദ്യ ദിവസം കൊല്ലപ്പെടണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്, ഷഹീദാകാൻ ആഗ്രഹിച്ചു പോവാം. അതുകൊണ്ട് ഞാൻ മരിച്ചാൽ പല കുട്ടി ഈ വീട്ടിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കണം. നീ ഒരു മകൻ മാത്രമേ ഉള്ളൂ, പാപ്പ കുറച്ച് കടങ്ങളൊക്കെ ഉണ്ട്, ഈ കടമൊക്കെ നീ വീട്ടണം. കടത്തിൻ്റെ എല്ലാ കണക്കും പറഞ്ഞെടുത്തു. വാപ്പ ഷഹീദാകാൻ ആഗ്രഹിച്ച് പോകുന്നു, മോനെ ഈ കടം ഏറ്റെടുക്കണം, പങ്ങന്മാരുടെ കാര്യത്തിലൊക്കെ മോൻ നന്നായി ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ് വസിയത്ത് കൊടുത്തിട്ടാണ് വാപ്പ ഉഹദിലേക്ക് പോയത്. ആ വാപ്പ ഉഹദിൽ കൊല്ലപ്പെട്ടു. ഉമ്മയും പോയിരുന്നു ഉഹദിലേക്ക് സഹായത്തിന് വേണ്ടി. മോനോട് വാപ്പ പറഞ്ഞു, മോനെ നിന്നെയും കൊണ്ടുപോകാൻ എനിക്ക് വലിയ ആഗ്രഹമുണ്ട്, നമ്മൾ 2 പേരും പോയി 2 ആളും ഷഹീദായാൽ ഈ കടം വിട്ടാൻ പിന്നെ ആരുമില്ല, അതുകൊണ്ട് ഞാൻ കൊണ്ടുപോകുന്നില്ല. അതിന് ബാപ്പ ഇമ്മയും കൂടി പോയി ഉഹദിലേക്ക്, അമ്മോനും കൂടെ ഉണ്ട് ഉഹദിൽ. ആ യുദ്ധം കഴിഞ്ഞപ്പോൾ ബാപ്പ ഷഹീദായി, അമ്മാവനും ഷഹീദായി. ഉമ്മ ഉഹദ് യുദ്ധം കഴിഞ്ഞ് തിരിച്ച് നാട്ടിലേക്ക് പോരാ, ആങ്ങളെയും ഷഹീദായി, ഭർത്താവും ഷഹീദായി. 2 പേരെ മയ്യിത്തും ഉമ്മ ഏറ്റുവാങ്ങി. എന്നിട്ട് തൻ്റെ ഒട്ടകത്തിൻ്റെ 2 ഭാഗത്തായിട്ട് മയ്യത്തുകളെ വെച്ച് കെട്ടി. ഒരു ഭാഗത്ത് ആങ്ങളുടെ മയ്യത്ത്, അപ്പുറത്ത് ബാപ്പളിൻ്റെ മയ്യത്ത്, 2ഉം കൂടി ഒട്ടകപ്പുറത്ത് വെച്ച് കെട്ടിയിട്ട് ഒട്ടകത്തിൻ്റെ കയറും പിടിച്ച് ഉമ്മ പോരുകയാണ് നാട്ടിൽ. കുറച്ചുകൊണ്ട് പോന്നപ്പോൾ, അല്ല എന്താ എവിടേക്കപ്പി പോകണമെന്ന് വെച്ചു. 2 മയ്യത്താണ്, ഭർത്താവിൻ്റെ മയ്യത്തുണ്ട്, ആങ്ങളുടെ മയ്യത്തുണ്ട്, നാട്ടിൽ കൊണ്ടുപോകുക, അവിടെ മറയാം. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒരാൾ മരിച്ചാൽ അവിടെയാണ് മറയേണ്ടത് എന്ന് നബി പറഞ്ഞു, നിങ്ങൾക്ക് അറിയില്ലേ?
അതെനിക്കറിയില്ല. എന്നാ അങ്ങനെ ഉണ്ട്. തിരിച്ചാണ് പോയി. തിരിച്ചു പോയി അവിടെ ഹുജറിൽ കൊണ്ടുപോയി രണ്ടുപേരും ഒറ്റ കബറിൽ മറയും. അടിയന്മാർ രണ്ടാളും കൂടെ ഒറ്റ കബറിൽ മറവ് ചെയ്തു. ജാബിർ പറഞ്ഞപ്പോൾ എനിക്കത് വല്ലാത്ത പൊറുതയോട് പിന്നെ ഇങ്ങനെ മനസ്സിലേക്ക് വന്നതാണ്. ബാപ്പയും അമ്മോനും ഒരു കബറിലാണ്, രണ്ട് കബറുകൾക്കാരും കൂടി സാഹചര്യം ഉണ്ടായില്ലല്ലോ. അത് വല്ലാത്തൊരു വേദനയായിട്ട് എൻ്റെ മനസ്സിലിങ്ങനെ ഉണ്ടായി. 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ അവിടെ പോയി വേറൊരു കബറ് കളച്ചു. എന്നിട്ട് ഈ കബറ് ഞാൻ തുറന്നു, അതിന് ഒരു മയ്യത്ത് എടുത്തിട്ട് മറ്റേ കബർക്ക് ഞാൻ മാറ്റിക്കിടത്തി എന്ന് അദ്ദേഹം പിന്നെ പറയുന്നുണ്ട്. അപ്പോൾ സാഹചര്യം അങ്ങനെയാണെങ്കിൽ നമുക്ക് കബറ് വീതി കൂട്ടാം. ഇപ്പോൾ കോവിഡ് വന്നപ്പോൾ കണ്ടു JCB കൊണ്ട് മാന്തിയിട്ടാണ് കബറുണ്ടാക്കിയത്. അവിടെ വേറെ നിവൃത്തില്ല, അത്ര ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതൊക്കെയാണ് ഈ വിഷയത്തിൽ ചെയ്യേണ്ട ഇസ്ലാമികമായ അധ്യാപനങ്ങൾ. എന്നാൽ മരിച്ചോട്ട് പിന്നെ ഖുർആൻ എടുത്ത് ഓതുക നബിയുടെ ഒരു ചര്യയല്ല അത്. നബിതങ്ങൾ ജീവിച്ചിരുന്ന കാലത്ത് ഒരുപാട് സ്വഹാബിമാർ മരിച്ചിട്ടുണ്ട്. നബിതങ്ങൾ വഫാത്തായപ്പോൾ 1 ലക്ഷത്തിലേറെ സ്വഹാബിമാർ ജീവിച്ചിരിപ്പുണ്ട്. അവിടെ എവിടെയും മയ്യത്തിന്റെ സമീപത്തിൽ ഖുർആൻ ഒത്തുണ്ടായിട്ടില്ല. ഈ ആ മയ്യത്ത് എടുക്കുമ്പോഴും ദുആ, മരിച്ചോടത്ത് ആര് വന്നാലും ദുആ ചെയ്യണം. നബിതങ്ങൾ പല സ്വഹാബിമാരും മരിക്കുമ്പോൾ വരാറുണ്ട്, പല സ്വഹാബിമാരും വരാറുണ്ട്. വന്നവരൊക്കെ പ്രാർത്ഥിക്കാറുണ്ട്. മയ്യത്തിന് വേണ്ടി എല്ലാവരും ദുആ ചെയ്യും. നമ്മുടെ നാട്ടിലോ ബെന്നലൊക്കെ ദ്വാരിക്കും, പക്ഷെ ആ ദുആ ആരും കണക്കെടുക്കില്ല. പിന്നെ മരിച്ച വീട്ടിൽ എല്ലാവരും വന്നു, എല്ലാവരും ദ്വാരുന്ന പോകുന്നുണ്ട്, പക്ഷെ അത് ദുആ ആയിട്ട് കൂട്ടില്ല. ഉസ്താദ് വന്നാൽ ഫാത്തിഹ എന്ന് പറഞ്ഞെങ്കിൽ ദുആ ആയിട്ട് കണക്കാക്കും, അതില്ല. മാത്രമല്ല ആ ദുആയിൽ അവർ പലപ്പോഴും ശിർക്കായ ആശയമാണ് പ്രാർത്ഥിക്കുന്നത്. ഒരുപാട് ഔലിയാക്കന്മാരെ പേര് പറഞ്ഞ് അല്ലാഹുവേ ഈ ഓതിയ ഫാത്തിഹയുടെയും സൂറത്തുകളുടെയും കൂലി നീ അവർക്ക് കൊടുക്കണേ എന്ന് പറഞ്ഞ് അല്ലാഹു ബിഹഖിഹിം വബിജാഹിഹിം വബിഹുർമതിഹിം, അല്ലാഹുവേ അവരെ ഹക്കും ജാഹും ഹുർമത്തും ബർക്കത്തൊക്കെ കൊണ്ട് നീ ഞങ്ങൾക്ക് ഇനി തരണേ എന്ന് ഇങ്ങോട്ട് തേടുന്ന തെറ്റായ തവസ്സുലുകൾ, ഇസ്തിഗാസകൾ എല്ലാം ഉൾക്കൊള്ളുന്ന പ്രാർത്ഥനയാണ് പലപ്പോഴും നിർവഹിക്കപ്പെടുക. ആ പ്രാർത്ഥന പലപ്പോഴും ഉസ്താദുമാർ പറയും സുമ്മ ഇലാ ജമീഇ ഔലിയാഇക മിൻ അഖ്താബി വൽ അബ്ദാലി വൻ നുഖബാഇ വൻ നുജബാഇ വൽ ഔതാദി വൽ അഗ്യാസി യാ റബ്ബൽ ആലമീൻ എന്ന് ഉസ്താദുമാർ ദുആക്കും. അഥവാ കുത്തുബുകൾ, ഗൗസുകൾ, അബ്ദാലുകൾ, നുഖബാഉകൾ, നുജബാഉകൾ ഇവർക്കൊക്കെ അല്ലാഹുവേ ഈ കൂലി നീ കൊടുക്കണേ. എന്താറിയോ, ലോകം മൊത്തം നിയന്ത്രിക്കുന്നവർ അതാ കുത്തുബുകൾ. ലോകത്തിന്റെ ഒരു ഭാഗം മാത്രം നിയന്ത്രിക്കുന്നവർ അതാണ് ഔതാദും അഗ്യാസും നുജബാവും ഒക്കെ. ഇസ്ലാമിന്റെ വിശ്വാസമേ അല്ല. അത് അവിടെ വന്ന് ചൊല്ലി പറഞ്ഞു പോകുമ്പോൾ അതിന് നമ്മൾ ആമീൻ എടുക്കണമെന്ന് പറഞ്ഞാൽ അത് ന്യായമല്ല. ഇനി മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് അയാൾക്ക് വേണ്ടി ചെയ്യാവുന്ന ചില കാര്യങ്ങൾ. ഒന്ന്, മരിച്ച ആളുടെ കടമുണ്ടെങ്കിൽ ആ കടം വീട്ടാം. അത് അയാളുടെ സമ്പത്തിൽ നിന്ന് വീട്ടണം, എന്നിട്ട് ബാക്കിയുള്ളതേ ഓരിക്കാൻ പാടില്ല. അയാളുടെ ന്യായമായ വസിയത്തുണ്ടെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കണം. ന്യായമായ വസിയത്ത് പറയാൻ കാരണം അയാൾ മരിക്കുമ്പോൾ വസിയത്തിന്റെ സ്വത്ത് മുഴുവനും ജാമ്യ അൽ ഹിന്ദ് കൊടുക്കാൻ അയാൾ വസിയത്ത് ചെയ്തു, അത് ഫുള്ള് കൊടുക്കാൻ പറ്റില്ല. പരമാവധി 1/3 ഒരാളെ സ്വത്തിന്റെ 1/3 മാക്സിമം വസിയത്ത് ചെയ്യാവുന്നത്. അപ്പൊ അങ്ങനെ ഒരു വസിയത്തുണ്ടെങ്കിൽ ആ വസിയത്ത് നടപ്പാക്കണം, അത് ബാധ്യതയാണ്. പിന്നെ അയാളുമായി ബന്ധപ്പെട്ട ബന്ധങ്ങളെ മക്കൾ നിലനിർത്തണം. നബി ഞങ്ങൾ പ്രത്യേകം എടുത്തു പറഞ്ഞതാണ്. വാപ്പ ഉള്ള കാലത്ത് വീട്ടിൽ വന്നില്ല, വാപ്പാൻ്റെ കുറേ സുഹൃത്തുക്കൾ ഉണ്ടാവും, ഉമ്മാൻ്റെ കുറേ സുഹൃത്തുക്കൾ ഉമ്മയുള്ള കാലത്ത് വന്നില്ല. അത് വാപ്പ മരിച്ചു, ഉമ്മ മരിച്ചു, ആ ബന്ധമൊക്കെ അതോട് അവസാനിച്ചു എന്ന് വരാൻ പാടില്ല. ആ ബന്ധങ്ങൾ മക്കൾ നിലർത്തി പോകണം. ഉമർ ഖത്താബിന്റെ മകൻ അബ്ദുല്ലാഹി ബിൻ ഉമർ റളിയല്ലാഹു അൻഹു നടന്നു പോകുമ്പോൾ ഒരു ഗ്രാമീണനായ ഒരു അറാബി അവിടെ നിന്ന് വരുന്നുണ്ട്. ഇബ്നു ഉമർ കഴുതപ്പുറത്ത് നിന്ന് ഇറങ്ങി, അദ്ദേഹത്തിന്റെ തലയിൽ നല്ല ഒരു മുന്തിയ തലപ്പാവുണ്ട്, അതെടുത്തിട്ട് അയാൾ തലയ്ക്ക് വെച്ചു കൊടുത്തു. എന്താ നിങ്ങൾ ആ ഒരു മനുഷ്യനെ എങ്ങനെ ബഹുമാനിക്കണത്? അബ്ദുല്ലാഹി ബിൻ ഉമർ പറഞ്ഞു, എൻ്റെ വാപ്പയും ഇയാളെ വാപ്പയും സുഹൃത്തുക്കളായിരുന്നു, ആ സുഹൃത്ത് ബന്ധം ഞാൻ നിലർത്തിയതാണ്. അത് പ്രധാനമാണ്. പിന്നെ നമ്മൾ അവർക്ക് വേണ്ടി സ്വതക്കകൾ ചെയ്യാം, സ്വതന്ത്രമായ സ്വതക്കകൾ. 3, 7, 14, 40 സ്വതന്ത്രമായ സ്വതക്കകൾ ചെയ്യാം. അത് ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ട കാര്യമാണ്. അവർക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥിക്കണം, അത് ഖുർആൻ കൊണ്ടും ഹദീസ് കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ്. ഇതൊക്കെയാണ് അവർക്ക് വേണ്ടി നമുക്ക് ചെയ്യാൻ പഠിപ്പിക്കപ്പെട്ടത്. എന്നാൽ 3, 7, 14, 40 ആണ്ട് ഇതൊക്കെ പിന്നീട് വന്ന പുത്തനാചാരങ്ങളാണ്. നമ്മുടെ നാട്ടിലെ ഷാഫി മദ്ഹബിലെ ഒരു ചെറിയ കിതാബാണ് ഫത്ഹുൽ മുഈൻ. ആ ഫത്ഹുൽ മുഈന്റെ വ്യാഖ്യാനമാണ് ഇആനത്തു ത്വാലിബീൻ. ഇആനത്തു ത്വാലിബീനിൽ ഈ മയ്യിത്തുമായി ബന്ധപ്പെട്ട വിഷയം പറയുമ്പോൾ അവിടെ ഒരു ചർച്ച കാണും. മക്കയിലുള്ള അന്നത്തെ മുഫ്തി ആ മുഫ്തിയോട് ചോദിച്ച ചോദ്യമാണ്, എന്താണ്, ചില ആളുകളൊക്കെ മരിച്ചാൽ
അവരെ പേര് പ്രത്യേകമായ ദിവസം വെച്ചുകൊണ്ട് അന്ന് ഭക്ഷണമുണ്ടാക്കലും ആളെക്കൂട്ടലും ഒക്കെ പതിവുണ്ട്. ഇത് പാടില്ല എന്ന് പറയാൻ പറ്റുമോ? അത് തടുത്താൽ ആ നാട്ടിലെ ഉത്തരവാദപ്പെട്ട ഭരണാധികാരിക്ക് കൂലി കിട്ടുമോ? ഇതൊക്കെ ബിദ്അത്താകുമോ എന്ന ചോദ്യത്തിന് അവർ നൽകിയ മറുപടിയായിക്കൊണ്ട് ഇആനത്തുൽ ത്വാലിബീനിൽ കൊടുത്ത മറുപടി എന്താ? നഅം, അതെ, അത് കൂലി കിട്ടുന്ന കാര്യമാണ്. മാ യഫ്അലുഹു الناس من الاجتماع عند اهل الميت وصنيع الطعام من البدع المنكرة. ആളുകൾ ഒരുമിച്ച് കൂടുക, ഭക്ഷണമുണ്ടാക്കുക, അതവർക്ക് കൊടുക്കുക എന്ന ഈ രീതി അത് വെറുക്കപ്പെട്ട അനാചാരമാണ്, ബിദ്അത്താണ്. അല്ലത്തി യുസാബു അലാ മൻഇഹാ വാദിൽ അംർ. അവിടുത്തെ ഉത്തരവാദപ്പെട്ട ആളുകൾ ഇത് തടയുകയാണെങ്കിൽ ആ തടഞ്ഞവന് കൂലി കിട്ടും. ഭരണകർത്താക്കൾ, അവിടുത്തെ ഭരണാധികാരികൾ തടഞ്ഞാൽ ആ തടഞ്ഞവന് കൂലി കിട്ടുന്ന കാര്യമാണ് എന്നാണ് അത് നൽകിയ മറുപടി. അപ്പൊ അതൊക്കെ അനാചാരങ്ങളാണ്, അതൊന്നും നമുക്കൊരിക്കലും ചെയ്യാവതല്ല. അല്ലാഹു അഅലം.